ഹലോ! ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടേ. ആദ്യം തന്നെ ചെസ്റ്റ് നമ്പർ 1 എൻ്റെ ഫേസ്, ചെസ്റ്റ് നമ്പർ 2 ആദിലക്ഷ്മി, അടുത്തത് ചെസ്റ്റ് നമ്പർ 3 അനുലക്ഷ്മി കേട്ടാ. നമ്മ 3 പേരും റെഡി ആയിട്ട് എവിടെയാന്ന് പോകുന്നതെന്നുള്ളത് തംബ്നെയിൽ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ആദി, അനു എല്ലാം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് സോക്സ് എല്ലാം ഇട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിക്ക് ഇന്ന് മേക്കപ്പ് ഒന്നും അധികം ഇട്ടിട്ടില്ല കേട്ടാ. കാരണം സമയം രാവിലെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഇല്ലു. വലിയ മൂഡൊന്നുമില്ല രണ്ടുപേർക്കും. പോകുന്ന വഴിക്ക് ശരിയാവുമായിരിക്കും. എനിക്ക് ഐബ്രോസ് എല്ലാം എടുക്കാനുണ്ടായിനെ. ഞാൻ അന്നേരം പിന്നെ പോയി ഐബ്രോസ് എല്ലാം എടുത്തു. എൻ്റെ ഒരു പൊട്ടുണ്ടായിനി, അത് മിസ്സായിപ്പോയി ആടെ. അതുകൊണ്ട് ഇപ്പം പൊട്ടൊന്നും ഇല്ലാണ്ടാവും. ചെറുതാണ്, എന്നാലും അതില്ലാതിരിക്കുമ്പോൾ എന്തോ ഒരു ഒഴിഞ്ഞ പോലെയുണ്ട് കാണുമ്പോൾ. എല്ലാരും സൺഗ്ലാസ് വെച്ചിട്ടുണ്ടേ. അന്നേരം അനുവോട് ഞാൻ പുറകിലിരിക്കുന്നത്, അനു മാത്രം വെച്ചിട്ടുണ്ടായില്ല. അനുവോട് ഞാൻ പറഞ്ഞു നീ അത് ഇട്. എന്നാ പിന്നെ എല്ലാവരും സൺഗ്ലാസ് വെച്ചതുപോലെ ആയല്ലോ. അങ്ങനെ കുറച്ച് പട്ടി ഷോ എല്ലാം എടുത്ത് വീഡിയോ എല്ലാം എടുത്തിട്ട് മെല്ലെ മുന്നിലോട്ട് പോയി. നല്ല വെയിലുണ്ട് കേട്ടാ. അപ്പം നമ്മ എവിടെ പോകുന്നത് വെച്ച് കഴിഞ്ഞാലേ ഫുജറിയിലേക്കാണേ. ഒരു സ്റ്റേക്കേഷന് പോകുന്നതാണ് കേട്ടാ. ഇങ്ങനെ ഒരു സ്റ്റേക്കേഷന്റെ പ്ലാൻ നമ്മൾ കുറച്ച് നാൾ മുന്നേല് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടാ. അനുവിന്റെ അതിന് ബർത്ത്ഡേ മെയ്യിലാണ് ഉണ്ടായത്. അന്നേരം ഏപ്രിൽ ലാസ്റ്റ് തൊട്ടിട്ടേല് ഞാനും ചേട്ടനും ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടുണ്ട് നല്ലൊരു സ്റ്റേക്കേഷന് പോവാ അങ്ങനെയുള്ളൊരു പ്ലാൻ. കാരണം അനുവിന്റെ അതിന് ബർത്ത്ഡേന്റെ സമയത്ത് പോവാന്നില്ലതെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ എപ്പോ എന്ത് കാര്യത്തിന് നമ്മള് മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞാലും ആദ്യം തന്നെ നമുക്കൊരു തടസ്സം വരും. നമ്മ പ്ലാൻ ചെയ്യുന്നത് ആദ്യത്തെ ആ ഒരു ഇതിൽ നമുക്ക് എപ്പോഴും ക്ലിക്ക് ആവില്ല. അതുകൊണ്ട് അതങ്ങനെ ലാസ്റ്റ് ആവുമ്പം അങ്ങനെ അത് പോയി, മീൻസ് നടന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അത് വലിയ മൈൻഡ് ആക്കിയില്ല. കാരണം ഞാൻ ആ സമയത്ത് നന്നായിട്ട് ഇതിന്റെ പുറകെ കളിക്കുകയും എന്തെന്ന് പറയല് ഇത് ഓൺലൈനിൽ ചെക്ക് ചെയ്യും ഇതൊക്കെ ചെയ്തുകൊണ്ട് എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ അത് അങ്ങനെ ക്യാൻസൽ ആയി പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ന് നമ്മ ഈ പോകുന്ന സ്റ്റേക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഞാൻ നടത്തിയിട്ടുണ്ടായിട്ടില്ല കേട്ടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഇതിന്റെ ഇടയിൽ ഒരു ദിവസം ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്നാ പോവാന്ന് വെച്ചാൽ എങ്ങനെയാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, ഞാൻ അതിന് വേണ്ടിയിട്ട് ഇനി ഞാൻ പ്ലാൻ ചെയ്യേയില്ല. കാരണം നമ്മള് ഒരു ഒന്നിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത അവസാനം നടക്കാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സംഭവം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല അത് അങ്ങനെ ഒരു മൈൻഡിൽ ഉണ്ടെന്ന്. ഓൾറെഡി ഞാനും അനു ആദ്യം വെക്കേഷൻ സ്കൂൾ ഓപ്പൺ ആവുന്നവരെ ഫ്രീ ആണ്, വെക്കേഷൻ ആണല്ലോ ഇപ്പൊ. അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും ഓക്കെയാണ്. അന്നേരം പക്ഷെ അജയേട്ടൻ്റെ ഡ്യൂട്ടിയും അതും ഇതുമെല്ലാം നോക്കണമല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോ, നമുക്ക് സ്പോട്ടിൽ ബുക്ക് ചെയ്യുക, പിറ്റേ ദിവസം പോവാം, അങ്ങനെയുള്ള രീതിയിൽ പോവാം. അല്ലാണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് 2-3 വീക്സ് മുന്നേൽ നല്ല ഹോട്ടൽ ഏതാണ്, പിന്നെ അത് സോർട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കി ഡേറ്റ് ഒക്കെ കൺഫേം ചെയ്ത് ബുക്ക് ചെയ്യുമ്പോൾ നമ്മളെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരും. പിന്നെ അത് വീണ്ടും നടക്കൂല. അതുകൊണ്ട് ഞാനത് ഓൾറെഡി അജയേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേക്കേഷനിലെ റൂം ബുക്ക് ചെയ്തത് നമ്മൾ പോകുന്നതിന്റെ തലേദിവസം രാത്രിയാണ് കേട്ടാ. രാവിലെ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു നീ അത് ചെക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല, ഞാൻ ആ സൈഡിലേക്ക് നോക്കുന്നില്ല. കാരണം അത്രത്തോളം പ്ലാനിങ് ആയിരുന്നു ഞാൻ ഏപ്രിൽ മെയ് ആ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോ ഒരു എന്റെ മൈൻഡിൽ പോലും ഉണ്ടായിട്ടില്ല. നടന്നിട്ടില്ലെങ്കിൽ നടന്നിട്ടില്ല, കുഴപ്പമില്ല, അത്ര ആ ഒരു ഇതിൽ മാത്രമേ ഉണ്ടായുള്ളൂ. രാത്രി ആവുമ്പോ ആ അജയേട്ടൻ ബുക്ക് ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ യാത്ര എനിക്ക് അവിടെ എത്തുന്നത് വരെ എനിക്ക് ഒരു ഉറപ്പും ഉണ്ടായില്ല. എന്റെ കാര്യമെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് അവിടെ എത്തുന്നവരെ യാതൊരുവിധ ഉറപ്പും ഉണ്ടായിട്ടില്ല ഇത് സക്സസ് ആവുന്നില്ലൊരു മിഷൻ കംപ്ലീറ്റഡ് ആവും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവും എന്നുള്ളത് എനിക്ക് ഒരു ഉറപ്പും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ രാവിലെ എന്തായാലും റെഡിയായി. പിന്നെ നമുക്ക് ഉണ്ടാവുമല്ലോ നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൊരു ട്രിപ്പിനാണെങ്കിലും എന്താണെങ്കിലും നമ്മൊരു ബാഗ് പാക്കിങ്ങെല്ലാം ഉണ്ടാവുമല്ലോ, അതുമെല്ലാം തകൃതിയായിട്ട് നടന്നിന് കേട്ടോ. അതിന്റെ ഇടയിൽ പറ്റിയ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അത് നടന്നിട്ടില്ലെങ്കിൽ വേറത് എന്നുള്ളൊരു തോട്ടിലായിരുന്നു. അന്നേരം അങ്ങനെ എല്ലാം ഫുള്ള് രാത്രി തന്നെ ഞാൻ പാക്ക് ചെയ്തു. കാരണം രാവിലെ വിടുന്നതല്ലേ, അതുകൊണ്ട് എഴുന്നേക്കാനുള്ള ലേറ്റ് ആവണ്ട പറഞ്ഞിട്ട് അത്ര. അത് നമ്മൾ ഒരു ദിവസം ആണെങ്കിൽ 2 ദിവസം ആണെങ്കിൽ നമ്മൾ 2-3 ഡ്രസ്സ് എടുക്കും അല്ലെ, പക്ഷെ യൂസ് ചെയ്യൊന്നും ചെയ്യില്ല. എന്നാലും വെറുതെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് കയ്യിൽ പിടിക്കും. അങ്ങനെ ഒരു ചെറിയ കുഞ്ഞു ട്രോളി ബാഗെല്ലാം എടുത്തിട്ട് ഇറങ്ങിയതാണ് കേട്ടാ. ഈ സ്റ്റേക്കേഷന്റെ പ്ലാൻ വരുന്ന സമയത്തേല് ഏത് പ്ലേസാ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കേട്ടാ. ഈ ഫുജറ, ഗോർഫക്കാൻ ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുമായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലെല്ലാം, എനിക്ക് ഇതുപോലത്തെ സ്ഥലങ്ങൾ നല്ല ഇഷ്ടമാണ്. അധികം കൺജസ്റ്റഡ് ഒന്നും അല്ലാണ്ട് നല്ല കാമായിട്ടുള്ള ഏരിയ ആണ് പൊതുവേല് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്.
ഏകദേശം 1 1/2 മണിക്കൂർ ദൂരമുണ്ട് നമ്മ താമസിക്കുന്നിടത്തുനിന്ന് ഫുജറയിലേക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നിടത്ത് തന്നെ ഏകദേശം നല്ല നല്ല ഹോട്ടലെല്ലാം ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത്രയും മെനക്കെട്ട് പോകുന്നത് പറഞ്ഞാൽ ഒരു സ്റ്റേക്കേഷനിലാവുമ്പോ ഇച്ചിരി നമ്മളെ എന്തെന്ന് പറയല് ആ ഒരു ഇഷ്ടത്തിന് തന്നെ നടക്കട്ടെ വിചാരിച്ചിട്ടാണ്. ഇനി പോകുമ്പോ നമുക്ക് വേറെ എവിടെയെങ്കിലും നിക്കാലോ. ഇപ്പൊ ആദ്യം ഇത്രയും നാൾ പ്ലാൻ ചെയ്ത് അവസാനം മുടങ്ങിപ്പോയി. പിന്നെ വീണ്ടും പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരു കാര്യം നമ്മ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടാ ഇത് ചൂസ് ചെയ്തത്. എന്നിട്ട് പിന്നെ സ്ഥലത്തിൻ്റെത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളത് എനക്കൊന്നും ഒരു വിഷയം ഉണ്ടായില്ല. കാരണം നടക്കുവോ ഇല്ലയോ എന്നുള്ളത് എനക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായില്ല. അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. ഈ ഒരു സ്ഥലം എനക്ക് മാത്രം ഫേവറേറ്റ് അല്ലേ, അജയേട്ടന്റെയും കൂടിയാണ്. കാരണം അജയേട്ടൻ ആദ്യമായിട്ട് ജോലിക്ക് വന്നതായാലും ലൈസൻസ് എടുത്തതല്ല എല്ലാം ഫുജറിന്നാണേ. അന്നേരം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട് കേട്ടാ. ഈ വഴി പോകുന്ന ഓരോ യാത്രയിലും എന്നോട് ഓരോരോ കഥ പറയുവേ ചേട്ടൻ. പണ്ട് ആ ഒരു സ്ട്രഗിളിങ് പീരീഡ് എന്ന് പറയുന്ന പോലെ ലൈസൻസ് എടുക്കാനുള്ളൊരു കഷ്ടപ്പാടും എല്ലാം ഓരോന്നോരോന്നായിട്ട് പറയും. ഞാൻ ഇവിടെ വന്നത് മുതലേല് ഈ ഒരു വഴി പോകുന്ന സമയത്ത് ചേട്ടൻ അധികവും പറയുന്നത് തന്നെയായിരിക്കും. ചിലപ്പോ ഞാൻ എപ്പോഴും കേൾക്കുന്ന സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് അജയേട്ടനും മടുക്കൂല, കേട്ടിട്ടാണെങ്കിൽ എനക്കും മടുക്കൂല. ചില സമയങ്ങളിൽ അജയേട്ടൻ മറന്നു പോയി കഴിഞ്ഞാൽ ഓൾറെഡി എന്റെ മൈൻഡിൽ അത് ആ ഒരു സ്റ്റോറി ശരിക്കും സെറ്റ് ആയിട്ട് നിൽക്കുന്നതാ. സ്റ്റോറി എന്നല്ല, അത് അനുഭവ കഥ. അന്നേരം ഓരോ സ്ഥലം കാണിക്കുമ്പോൾ പറയും, ആ ഇവിടുന്നല്ലേ നിങ്ങള് ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് പോയ സമയത്ത് സുലൈമാനി പിടിച്ചിനെല്ലാം പറയും. അന്നേരം ചേട്ടൻ പറയും, ആ അതേന്ന് പറഞ്ഞ ചേട്ടൻ തുടങ്ങി. എനിക്ക് നല്ല ഇഷ്ടമാണ് അത് കേൾക്കാൻ വേണ്ടിട്ട്. എനിക്ക് ചില സമയത്ത് തോന്നിപ്പോവും എനിക്ക് ഈ ഒരു ഏരിയയായിട്ട് ഇഷ്ടം തോന്നിയത് അജയേട്ടന്റെ ഈ ഒരു എന്താ പറയല് കഥകളിലും കൊണ്ടാണ് കേട്ടാ. പക്ഷെ മുമ്പ് ഈ പറഞ്ഞ പോലെ സുലൈമാനി കുടിച്ച കഫ്റ്റീരിയ എന്നെല്ലാം പറയുന്നത് ഇപ്പഴതൊന്നും അല്ല. ആ ഷോപ്പെല്ലാം മാറി. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവേ ഇല്ല. അവിടെ കാണാനൊന്നും ഉണ്ടാവില്ല. കുറെ കൊല്ലം മുന്നേ ഇല്ലേ കാര്യം അല്ലേ. പക്ഷെ എന്നാൽ ആ ഒരു ഏരിയ കാണുമ്പോൾ നമുക്ക് അതെല്ലാം ഒരു ഫീല് വരുമല്ലോ. അത് അവര് അനുഭവം ഇല്ലവർക്ക് അത് ശരിക്കും പെട്ടെന്ന് ക്ലിക്ക് ആവുമല്ല. ഈ കാഴ്ചകളെല്ലാം മടുക്കാത്തതിന്റെ കാരണം ഇതുകൊണ്ടും ആയിരിക്കും. കാരണം പറയുന്നത് അജയേട്ടനാവുമ്പം ആ വർത്താനം നമ്മ മടുക്കുന്നില്ലല്ലോ. അന്നേരം ഈ കാണുന്ന കാഴ്ചകളും നമ്മ മടുക്കൂലല്ലോ. ചിലപ്പോ അതെല്ലാം ആയിരിക്കും. പറഞ്ഞു പറഞ്ഞ് ഞാൻ എവിടെയല്ലോ എത്തിയല്ലേ. പക്ഷെ നമ്മള് സ്ഥലം എത്താനായിട്ടില്ല കേട്ടാ, കുറച്ചും കൂടി പോവാനുണ്ട്. ഷാർജയിൽ നിന്ന് ഫുജറയിലേക്ക് മറ്റു ചില റൂട്ടുകൾ ഉണ്ടെങ്കിലും നമ്മ അധികം പ്രിഫർ ചെയ്യുന്ന റോഡാണ് കേട്ടോ ഇത്. അതായത് ഷാർജയിൽ നിന്ന് ദെയ്ത്ത് വഴി മസാഫി വഴി ഫുജറയിലേക്ക്, അതാണ് കേട്ടോ നമ്മ ഈ പോന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കാണുമ്പോ ഇതൊരു നിരപ്പായ റോഡ് എന്ന് തോന്നുമെങ്കിലും ഇത് കുറച്ച് കയറ്റം ഇറക്കലുള്ള റോഡാണ് കേട്ടാ. നമ്മള് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അത് അത്ര ഫീൽ ചെയ്യില്ല. പക്ഷെ വണ്ടി എടുക്കുന്ന സമയത്താണ് ആ ഒരു മീൻസ് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാലും ചെറുതായിട്ട് പുറകുന്ന ഒരു വലിവ് കണക്കെ, അതായത് വണ്ടി മൂവാവാത്തത് പോലെ. അത് സംഭവം ആ ഒരു കയറ്റം കണക്കെയാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമുക്ക് കാണുമ്പോ അങ്ങനെ വിസിബിൾ ആയിരിക്കൂല. റോഡ് ബാക്കിയുള്ള യുഎയിലെ ബാക്കിയുള്ള എമിറേറ്റ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടിയും വളവും തിരിവും അല്ലെ കുറച്ചൊരു നമുക്ക് ആദ്യമെല്ലാം പോകുന്നവർക്ക് കുറച്ചൊരു പേടിയാവും. കാരണം ഈ രണ്ട് മലേന്റെ ഇടയിലേ കൂടിയും ഒരു സൈഡിൽ മലയാണെങ്കിൽ മറ്റേ സൈഡിൽ ചിലപ്പോൾ വലിയ കുഴിയായിരിക്കും. എന്നാലും എല്ലാം സേഫ്റ്റി എല്ലാം ഉണ്ടാവും. എന്നാലും നമുക്ക് അതൊരു കാണുമ്പോൾ ചിലപ്പം പേടിയുണ്ടാവേ. ആദ്യത്തെ ഒരു ചെറിയ ടെൻഷൻ ആണെങ്കിൽ പിന്നെ അത് അടിപൊളി വൈബായിരിക്കും കേട്ടാ. ഇപ്പൊ ഞാൻ ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് അവിടെ പ്ലേസ് ചെയ്ത് വെച്ചതാണേ. എനിക്ക് പെട്ടെന്ന് എന്നെ കാണുമ്പം ആവേശ സിനിമയിലെ രംഗണ്ണനെ പോലെ തോന്നി. ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ എന്നിട്ട് ചേട്ടനോട് പറഞ്ഞ് ചിരിക്കുകയാണ്, ഒരു 3 4 മാലയെല്ലാം ഇട്ടിട്ട് നിന്ന് കഴിഞ്ഞാല് ഞാനും ആ ഒരു എന്നെ കാണുമ്പോ എനിക്ക് തന്നെ തോന്നുന്നു. പിന്നെ എനിക്കൊരു സംശയം, എനിക്ക് മീൻസ് എന്റെ ഫേസ് കാണുമ്പോ അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. ഫുൾ കൈ വൈറ്റ് വൈറ്റ് ഷർട്ടെല്ലാം ഇട്ടിട്ട് കാണുന്ന സമയത്ത് ഒരു 5 6 മാലയും കൂടി ഇട്ട് കഴിഞ്ഞാല് ഏകദേശം ഒരു മീൻസ് ഫേസ് കട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയല് സ്റ്റൈൽ ഏകദേശം അതുപോലെ ഉണ്ടെന്ന് തോന്നിപ്പോയി. അത് ഞാൻ ആ ചേട്ടനോട് ചോദിക്കുന്നുണ്ടോ എന്നിട്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, ആ ഇത് നീ അത് പറഞ്ഞിട്ട് ആലോചിക്കുമ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതെനിക്ക് വഴി നീളെ എനിക്ക് അതന്നെയായിരുന്നു കേട്ടോ ടെൻഷൻ. പോന്ന വഴിയിലെല്ലാം ചെറുതും വലുതായിട്ടുള്ള കുറെ ഫാമും പിന്നെ ഇതുപോലെ ഇപ്പം കണ്ടു അങ്ങ് ഫ്രഷ് ഫ്രൂട്ട്സും അതെല്ലാം സെല് ചെയ്യുന്നതെല്ലാം അങ്ങനെയുള്ള കുറച്ച് സ്റ്റാളെല്ലാം കാണാനാവുവേ. അന്നേരം നമുക്കതൊരു രസമാണ് അല്ലേ, ഇങ്ങനെ ഒരു മലേന്റെ സൈഡിൽ ഇതുപോലെ അതിന്റെ ഒത്ത അടുക്ക് ഒരു വീടുണ്ടാവും, വലിയ വീടെല്ലാം ഉണ്ടാവുവേ. എന്നിട്ട് ആ ചേട്ടൻ ഇങ്ങനെ പറയും ഇങ്ങനെ എവിടെയെങ്കിലും നിൽക്കണം. പക്ഷെ നമുക്ക് അന്നേരം ഇപ്പം തോന്നും നമുക്ക് ആ ഓക്കെ ആ സമയത്ത്
അവിടെ നിൽക്കുമ്പോഴല്ലേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. കാരണം നമുക്കൊരു ടൗണിലേക്ക് എത്തിപ്പെടാൻ കുറേ ടൈം എടുക്കും. നമുക്ക് ഒരു എമർജൻസിക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടി ഇല്ല കുഴപ്പമില്ല. ഇവിടെ ഈ പോകുന്ന റൂട്ട് തന്നെ മസാഫിയിലും വല്ല ഹോസ്പിറ്റൽ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലും ഉണ്ട്. എന്നാലും നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഒരു എന്തെന്ന് പറയുക 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഗ്രോസറിയിലോ അല്ലെങ്കിൽ എല്ലായിടത്തും നമുക്ക് ഈസി ആക്സസിബിൾ ആണ് എല്ലായിടത്തും. പക്ഷെ അവിടെ അങ്ങനെ ആയിരിക്കൂലല്ലോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും. അന്നേരം അതുകൊണ്ട് നമ്മളിപ്പം ഇപ്പൊ നമ്മ ഇങ്ങനെ പറയാം നല്ല ഭംഗിയുണ്ടാവും നല്ല രസമുണ്ടാവും കാമായിട്ടുള്ളത് നല്ല പറയാം. പക്ഷെ അവിടെ ജീവിക്കാൻ തുടങ്ങുമ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അവസാനം ഫുജറ എത്തിയിട്ടാ. അധികം തിരക്കൊന്നും അല്ലാണ്ട് ഒരു ബിസി ലൈഫ് എല്ലാം കുറവില്ലൊരു സ്ഥലം. കാണാനായാലും ഒരു പീസ്ഫുൾ ആണേ. ചെക്കിംഗ് ടൈം ആയിട്ടുണ്ടായിട്ടില്ല കേട്ടാ ഹോട്ടലിൽ കയറാനില്ലേ. അതുകൊണ്ട് പിന്നെ മെല്ലെ ഒന്ന് റൗണ്ട് അടിച്ചിട്ടെല്ലാം വരാൻ വിചാരിച്ചു. ലൊക്കേഷൻ വരുന്നത് ഫുജറ മാളിന്റെ തൊട്ടടുത്താണേ. അതുകൊണ്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേറെ മാപ്പൊന്നും നോക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. ഫുജറ മാളിന്റെ തൊട്ടടുത്താണെന്നുള്ളത് നമുക്ക് ഏകദേശം കണ്ടാൽ ഐ മീൻ ഫുജറ മാൾ അറിയുന്നത് കൊണ്ട് തൊട്ടടുത്താണെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടായിനി. അതുകൊണ്ട് നേരെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടാ. അന്നേരം പിന്നെ ഒന്ന് ആ ഒരു ഏരിയയിലൊന്ന് ഫുള്ള് കറങ്ങി ഫുഡെല്ലാം കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതിലേ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ദാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ സ്റ്റേക്കേഷന് സെലക്ട് ചെയ്ത ഹോട്ടൽ വരുന്നത്. പിന്നെ നമ്മൾ എന്തായാലും ഫുഡെല്ലാം കഴിച്ചിട്ട് തന്നെ ചെക്ക് ഇൻ ചെയ്യാന്ന് വിചാരിച്ചുവേ. ഇങ്ങനെ വണ്ടി എടുത്തിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോഴേക്ക് കാണുന്നതാണ് ഇതാ നേരെ കാണുന്ന ആ മോസ്ക് ആണ് കേട്ടോ ഫുജറ മോസ്ക്. അയ്യോ എന്ത് ഭംഗി അറിയാം കാണാൻ വേണ്ടിട്ട്. അധികം നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ റൗണ്ട് അടിക്കും കേട്ടോ. എത്ര കണ്ടു കഴിഞ്ഞാലും മതിയാവാത്തൊരു മോസ്ക് ആണേ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിട്ട്. ഇപ്പം അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മോസ്ക് നമുക്ക് കാണുമ്പോൾ ഏകദേശം എല്ലാം ഒരുപോലെ തോന്നാ. ചേട്ടൻ പറഞ്ഞത് താജ്മഹൽ പോലെ ഉണ്ടെന്നല്ല പറയുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ട്ടാ. നമുക്ക് എത്ര വീഡിയോയില് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതൊരു മീൻസ് ഒരു തൃപ്തിയാവാത്തത് പോലെ അത്രയും ഭംഗിയുണ്ടേ. അവസാനം റെസ്റ്റോറന്റ് തപ്പി അവസാനം കിട്ടി. തലശ്ശേരി കലവറ. അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായില്ല. ഓഫ് ഡേ അല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു അധികം തിരക്കും പാർക്കിംഗ് എല്ലാം നല്ലോണം ഉണ്ടായിനി. അങ്ങനെ അകത്തേക്ക് കേറി. ഇങ്ങനെ ഒരു ഇടുങ്ങിയ വഴിയായതുകൊണ്ട് അനുനിയാതിക്ക് നല്ല പേടിയുണ്ടായി കേട്ടാ. അപ്സ്റ്റെയറിലാണ് ഉണ്ടായത്. അന്നേരം ചെറിയ സ്റ്റെപ്പല്ല ഇങ്ങനെ നിർക്കലുള്ള സ്റ്റെപ്പാണ്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നത്. ഉറക്ക പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്ടായി കേട്ടാ. അങ്ങനെ നേരെ വാഷ്റൂമിലെല്ലാം പോയി. ആൾക്കാർ അധികം കുറവ്. പക്ഷെ നമ്മളായിരുന്നു അതിന്റെ അപ്സ്റ്റെയറിൽ ആദ്യമായിട്ട് കയറുന്ന ആൾക്കാരുണ്ടായത്. അതിനുശേഷം നല്ല കോളായിരുന്നു അവര്. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു നമ്മ കയറിയതിന്റെ ഒരു ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞു. കുറെ ആൾക്കാർ പിന്നെ വന്നിന് കേട്ടാ. അങ്ങനെ വാഷെല്ലാം ചെയ്ത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. എന്നാ കഴിക്കേണ്ടത് തലശ്ശേരി റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു ബിരിയാണി കഴിക്കാണ്ട് എങ്ങനെയാന്ന് വിചാരിച്ചിട്ട് എല്ലാരും ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു കേട്ടാ.
അനുവാദി ആടിയിലെ മുക്കും മൂലയും എല്ലാം വീക്ഷിച്ചോണ്ടിരിക്കുന്നേ. ആടി ഒരു ബൾബ് കണ്ടിട്ട് അത് വല്ല കൈയിടാൻ പോകുന്നണ്ട. ഇങ്ങനെ കെണി പിടിച്ച രണ്ടെണ്ണത്തിനെയാണല്ലോ എന്ന് വിചാരിക്കാൻ എനിക്ക് ഓരോരോ സമയത്ത്. അങ്ങനെ പിന്നെ ഓരോരാൾ കേറി വരുന്നത് കാണുമ്പോ ഒന്നാട് വേഗം ചാടിയിരിക്കും. അങ്ങനെ ഫുഡെല്ലാം വന്നു. ബിരിയാണി എല്ലാം വാങ്ങിച്ച് കഴിച്ച് അടിപൊളിയായിട്ട് തന്നെ നേരെ ചെക്ക് ഇൻ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടാ. താഴോട്ട് ഇറങ്ങാനാണ് കുറച്ചും കൂടി സ്ട്രഗിൾ ചെയ്തത്. കാരണം പേടിയാവും, നിനക്ക് തന്നെ പേടിയാവും. ഞാൻ അന്നേരം പറയുന്നു വേഗം ചേട്ടനൊന്ന് സ്ലിപ്പ് ആയി കഴിഞ്ഞാൽ നാളെ താഴെ കിടക്കുന്നേ. എനിക്ക് ഇറങ്ങാൻ വല്ലാണ്ട് പേടിയായി പോയി. അങ്ങനെ പിന്നെ നേരെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോഴേക്കും സമയമായി. അന്നേരം പിന്നെ നേരെ അങ്ങനെ ഹോട്ടലിലേക്ക് വിട്ടു. വണ്ടി ഹോട്ടലിന്റെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് ലഗേജ് എല്ലാം എടുത്തിട്ട് അച്ഛനും മക്കളും മുന്നേ നടന്നു. ക്യാമറയുമായി വീഡിയോഗ്രാഫർ അയഞ്ഞാൻ പുറകിലേയും നടന്നുട്ടാ. നല്ല വെയിലുണ്ടായിനേ, കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല ചൂടായതുകൊണ്ട്. അതുകൊണ്ട് സൺഗ്ലാസ് ഊരിയിട്ടേയില്ല. അനുവാദികളെല്ലാം നല്ല എക്സൈറ്റഡ് ആണേ. വേഗം റിസപ്ഷനിൽ അവരാണ് ആദ്യം പോകുന്നത് ചേട്ടന്റെ കൂടെ കേട്ടാ. അങ്ങനെ എനിക്ക് എയർപോർട്ട് വ്യൂ കിട്ടണമെന്നുണ്ടായി. ഫുജറ എയർപോർട്ടിന്റെ വ്യൂവിൽ റൂം കിട്ടണമെന്നുണ്ടായി. അവസാനം അതന്നെ കിട്ടി. അങ്ങനെ നേരെ ലിഫ്റ്റിൽ കയറി. നമുക്ക് 906 ആയിരുന്നു നമ്മളെ റൂം. 9th ഫ്ലോറിലാണ്. ലിഫ്റ്റ് ഞെക്കിയിട്ട് വർക്ക് ആവുന്നില്ല. അന്നേരം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ആ ഓർമ്മ വന്നത്, കാർഡ് ഉണ്ടല്ലോ, കിട്ടുന്ന കാർഡ് ഉണ്ടല്ലോ, അത് പഞ്ച് ചെയ്തിട്ട് വേണം ലിഫ്റ്റിന്റെ ഫ്ലോർ അമർത്താൻ വേണ്ടിയിട്ട്. ഇതാക്കാണ്ട് വെറുതെ ഞെക്കിക്കൊണ്ട് ഇത് മൂവ് ആവുന്നേ ഇല്ല. പിന്നെ അവസാനം അങ്ങനെ 9th ഫ്ലോറിൽ ലിഫ്റ്റ് ഓപ്പൺ ആയി. അന്നേരമാണ് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നത്, അത്രയും പ്ലാൻ ചെയ്തിട്ട് അവസാനം ഇത് നടക്കാതിരിക്കില്ലല്ലോ, നടന്നുവല്ലോ എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഫ്ലോറിൽ എത്തി. അനുവിന്റെ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ, പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയത്. കാരണം പുറകിൽ ഒരാൾ നിൽക്കുന്ന പോലെ. അപ്പോഴേക്കും മിറർ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു വീഡിയോ എല്ലാം എടുത്തിട്ട് നേരെ റൂമിലേക്ക് പോകാൻ തുടങ്ങി. അനുവാദീൻ്റെതാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ്. കാരണം അനുവിനെ അധികം നാട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ, ഗുരുവായൂരോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പുറത്ത് താമസിക്കുന്നതെല്ലാം നല്ല ഇഷ്ടമാണേ. അല്ലെ, ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തതല്ലേ. അങ്ങനെ കാർഡെല്ലാം പഞ്ച് ചെയ്ത് നേരെ അകത്തേക്ക് കയറി. അന്നേരം ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, കാരണം റൂം എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം. പിന്നെ വേഗം റൂമിന്റെ കർട്ടൻ അങ്ങ് മാറ്റി ഞാൻ നോക്കി. എനിക്ക് എയർപോർട്ടിന്റെ വ്യൂ കിട്ടണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കിട്ടിയതിൽ വളരെ സന്തോഷം. സിറ്റി വ്യൂ ആയിരുന്നു. നല്ല ഭംഗിയുണ്ട്. നല്ല റോഡും എയർപോർട്ടിൽ അധികം ഫ്ലൈറ്റ് ഒന്നുമില്ല കേട്ടോ. വലിയ കുറേ ലാൻഡിങ് ഫ്ലൈറ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു ഫോഗെല്ലാം ആയിട്ട് രാവിലെ കുറച്ചും കൂടിയും പിറ്റേ ദിവസം രാവിലത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം ആ സമയം മഴക്കാറുണ്ടായിരുന്നു. നല്ല ക്ലൗഡി സ്കൈ ആയിരുന്നു. ആ ഒരു വെതറിന്റെ ഒരു ഇതുകൊണ്ട് ശരിക്കും വിന്റർ ആണെങ്കിൽ അടിപൊളിയാവുമായിരുന്നു. ഇപ്പൊ സമ്മർ ആയിട്ട് പോലും ആ ഒരു നമുക്കൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ കുറേ സമയം ആ ഗ്ലാസിന്റെ മുന്ന് എനിക്ക് മാറാനേ തോന്നില്ല. ഇങ്ങനെ നോക്കിയിട്ടിരിക്കാൻ തോന്നുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് നല്ല ലൈറ്റാണ് റൂമിലേക്ക്. കർട്ടൻ അങ്ങ് നിൽക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് എല്ലാം കിട്ടി. പിന്നെ വണ്ടി ഇങ്ങനെ മൂവ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതെല്ലാം നോക്കിയിട്ട് കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്നു കേട്ടാ. ഇത് ഇപ്പം കാണിക്കുന്നതാണ് ഫുജറ എയർപോർട്ടെ. അവിടെ കുറെ ഫ്ലൈറ്റ് എല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. അധികം വലിയ സർവീസ് ഒന്നും അധികം അവിടെ കുറവാണ്. ബാക്കി ദുബായ് ഒന്നും പോലെ അത്ര കൺജസ്റ്റഡ് ആയിട്ടുള്ള എയർപോർട്ട് ഒന്നും അല്ല കേട്ടാ. എന്നാലും ഫ്ലൈറ്റിൽ ഇറങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏതോ ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടായി. പിന്നെ കുഞ്ഞു കുഞ്ഞു സംഭവം ഒക്കെ ഒന്നിങ്ങനെ ട്രെയിനിങ്ങിനെല്ലാം പോകുന്ന ചെറിയ ഫ്ലൈറ്റ് ആണോ, പഠിക്കുന്നതാ, അങ്ങനെ ചെറുതില്ലേ കാണുമ്പോൾ, നമുക്കൊരു ഹെലികോപ്റ്ററിന്റെ ആ ഒരു ടൈപ്പ് ഉള്ളത്. എനിക്കറിയില്ല അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും. അങ്ങനെയുള്ള ഫ്ലൈറ്റിലെല്ലാം ലാൻഡ് ചെയ്യുന്നുണ്ട്. അവിടെയും എല്ലാം കുറച്ച് എണ്ണം ഉണ്ട് ഇങ്ങനെ നിർത്തി നിർത്തിയിട്ടിരിക്കുന്നത് കേട്ടാ. പിന്നെ അനുവാദി ഡ്രസ്സെല്ലാം മാറ്റി അവരെ ഡേ ഇൻ അവർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ചേട്ടന്റെ ഫോൺ വെച്ചിട്ട്. കണ്ട രാവിലെ ഉറങ്ങി എണീക്കുന്നത്, നട്ടുച്ചയ്ക്ക് ഉറങ്ങി എണീക്കുന്നത് പറഞ്ഞിട്ട് രാവിലെ ഷൂട്ട് ചെയ്ത് നേരെ നേരെ പിന്നെ ഈ കർട്ടനെല്ലാം നീക്കി വെക്കുന്നതും അങ്ങനെയായിട്ട് അവരെന്തെല്ലോ ബഗിഡ് സീനിൽ കാണുന്നുണ്ട് കേട്ടോ. അന്നേരം ഞാൻ എടുക്കുന്ന സമയത്ത് എന്റെ ചീത്ത പറയുന്നേ രണ്ടും. കണ്ട അനുവാദിയും അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ നിൽക്കുമ്പോൾ അജയേട്ടനും പേടിയുണ്ട് കേട്ടാ. ഗ്ലാസിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു പേടിയാണൊക്കെ. ഒരു സ്ലോ മോഷൻ വീഡിയോ എല്ലാം എടുത്ത്
അനുവിന്റെ അതിന്റെയും അതെല്ലാം അതിന്റെ ഇടയിൽ സെറ്റാക്കി. പിന്നെ നേരെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. രണ്ട് സൈഡിലും എന്താ കാഴ്ചന്നറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പുറത്ത് നോക്കുന്ന സമയത്ത് ഫുജറാമാളിന്റെ മുകൾ വശമാണ് കേട്ടോ ആ കാണുന്നത്. ഇപ്പൊ തൊട്ട് താഴെയുള്ളതല്ലേ അത്. ഇങ്ങനെ കുറെ എന്തൊക്കെയോ ഇങ്ങനെ നിരത്തി വെച്ചാണ് കാണുന്നത്. അത് ഫുജറാമാളിന്റെ ഇതാണ്. നേരത്തെ കണ്ട ആ പള്ളി കണ്ടോ, അത് ഫുജറ മോസ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ, അതവിടെയുണ്ട്. പിന്നെ നേരെ ആ അപ്പുറ സൈഡിൽ വരുന്നത് ഫുള്ള് ഇതാണ്, മലയാണ് വരുന്നത്. അതത്ര എനിക്ക് കാണുമ്പോൾ അത്ര ഇഷ്ടായില്ലേ. പക്ഷെ നമ്മളെ ആ ഒരു വ്യൂ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിനി. ഫ്ലൈറ്റ് പോകുന്നതായാലും ഇടയ്ക്ക് നല്ല രസമുണ്ട്, കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് രസമുണ്ട്. മലയായാലും എല്ലാം എല്ലാം ഉണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ ബോറിംഗ് ഇല്ല. അല്ലെങ്കിൽ എന്ത് ബോറടിക്കലല്ലേ, ഒരു ദിവസം വീട്ടിൽ നിന്നെല്ലാം മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യല്ലേ. പിന്നെ അടുത്തത് അനുവിന്റെ അതിന് ലക്ഷ്യം ബാത്ത് ടബിൽ കുളിക്കുക എന്നുള്ളതാണ്. വന്ന് കയറിയതേ ഇല്ല, അന്നേരം പിന്നെ കുളിക്കാനല്ലേ എന്താ തോന്നുന്നു. പിന്നെ ബാത്ത് ടബിൽ ഇവര് ചെറിയ പ്രായത്തിൽ നമ്മളെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് തന്നെ ചെയ്തതല്ലാണ്ട് പിന്നെ ഈ പറയുന്ന എത്ര വെള്ളം വേണം. അന്നേരം ഈ വെള്ളത്തിന്റെ ബില്ലെല്ലാം ആലോചിക്കുമ്പം ഞാൻ പിന്നെ അധികം പ്രൊമോട്ട് ചെയ്തിട്ടില്ല ആ ഒരു കാര്യത്തിന്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇവർ ഈ വെള്ളം നിറച്ചിട്ട് കുളിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടാ. പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് അതില്ല. അന്നേരം സ്റ്റേക്കേഷന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നല്ല ഇവര് അന്നേരം പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു ആ ഓക്കെ ചെയ്തോ. പിന്നെ ഏകദേശം ഒരു 1.5 മണിക്കൂർ അതില് രണ്ടുപേരും ഒന്നും പറയണ്ട. തലയിൽ ക്യാപ്പ് ഇട്ടോണ്ട് കുഴപ്പമില്ല, വെള്ളമൊന്നും തലക്കൊന്നും ആയിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഒന്ന് റെസ്റ്റ് എല്ലാം എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ ഇപ്പോഴും. കുറച്ച് വൈകുന്നേരമായി, എന്നാലും ഇപ്പോഴും സമ്മർ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് സൺസെറ്റ് ഒന്നും ആവുന്നില്ലല്ലോ. ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ എന്നെല്ലാം എടുക്കാന്നെല്ലാം വിചാരിച്ചു, പക്ഷെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോയി. ആദ്യം ഞാൻ വീഡിയോ എടുത്ത് ഞാനത് പോസ് ചെയ്ത് ഞാൻ വീണ്ടും ബാക്കിയുള്ള സാധനം എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ പോസ് ചെയ്യുന്ന അത് ഞെക്കിയതിന് പകരം ഞാൻ സ്റ്റോപ്പായിരുന്നു ഞെക്കിയത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കണക്ക് എല്ലാം ഞാൻ ഈ ക്യാമറേന്റെ മുമ്പിൽ നിന്നെല്ലാം ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും റെക്കോർഡായിട്ടില്ല. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇല്ലൂ. മുടിയൊക്കെ മുകളിൽ കെട്ടി വെച്ചു. ഇപ്പൊ ചൂടായതുകൊണ്ട് ഇതന്നെ കുറച്ചും കൂടി സേഫ്. അങ്ങനെ ഒലത്തി ഇട്ടിട്ട് ക്ലിപ്പിടുന്നതല്ല, ഇനിയും കാട്ടി ഇതാണ് കുറച്ചും കൂടി ബെറ്റർ. പിന്നെ വേറെ അങ്ങനെ അധികം ഞാൻ അങ്ങനെ മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല കേട്ടോ, ഒട്ടും അല്ല. എൻ്റെ എന്തെന്ന് പറയില്ല, ഫേസ് വാഷ് മാറിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് പിമ്പിൾസ് വരും. എനിക്ക് വേറെ ഒരു അങ്ങനെ അധികം പ്രൊഡക്റ്റ് ഒന്നും പറ്റൂല. അങ്ങനെ ഓയിലി എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്ട്രീം ലെവൽ ഓയിലി സ്കിന്നാണ്. അന്നേരം ഞാൻ സൺസ്ക്രീൻ ആകെ യൂസ് ചെയ്യല് സൺസ്ക്രീൻ യൂസ് ചെയ്യും. കുറച്ച് പൗഡർ, ചില സമയം കുറച്ച് പൗഡർ യൂസ് ചെയ്യും. അന്നേരം എൻ്റെ പുതിയ കുപ്പായം ഞാൻ കാണിക്കാൻ നിൽക്കുന്നുണ്ട്, പലാസോ പാൻറ്. പക്ഷെ അതിന്റെ ബെഡിന്റെ മുകളിൽ കയറി നിൽക്കണം എന്നാലേ കാണുമല്ലോ. ഇങ്ങനെ പിന്നെ എൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് അത് യൂസ് ചെയ്ത് പിന്നെ മുടിയെല്ലാം കെട്ടി ഒരു പൊട്ടെല്ലാം വെച്ചിട്ട് ഇറങ്ങിയത്. പക്ഷെ ബാക്കിയുള്ളതൊന്നും വീഡിയോയിലില്ല കേട്ടാ. ബാക്കിയുള്ളത് ഈ പറഞ്ഞ കണക്കെ റെക്കോർഡായിട്ടാ.
റെഡിയായിട്ട് ഇറങ്ങിയത് ഇവിടെ തന്നെ നമ്മള് ഫുജറ മാളിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട്. ഈ ഹോട്ടലും ഫുജറ മാളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അന്നേരം നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് നടന്നു കഴിഞ്ഞാൽ അവിടത്തേക്ക് എത്തും. അന്നേരം നേരെ ഫസ്റ്റ് ഫ്ലോറിൽ ഇറങ്ങി എന്നിട്ട് നടക്കേന്ന്. ഈ വഴി പോയി കഴിഞ്ഞാൽ നേരെ എൻട്രൻസ് വരുന്നത് പുറത്തേക്ക് വരുന്നത് പിന്നെ ഈ ഫുജറ മാളിലേക്കാണേ. അങ്ങനെ പിന്നെ വൈകുന്നേരം ഏകദേശം വൈകുന്നേരം തന്നെ വൈകുന്നേരം മെല്ലെ അങ്ങോട്ട് ഇറങ്ങി. മെയിനായിട്ട് ഇങ്ങനെയാണെന്ന് നോക്കാം. കാരണം ഫുജറ മാളില് ഇപ്പൊ റീസെന്റ് അങ്ങനെ പോയിട്ടില്ല. മുന്നേ ഒരിക്കൽ പോയതല്ലാണ്ട് റീസെന്റ് അങ്ങനെ പോയിട്ടുണ്ടായിട്ടില്ല. അന്നേരം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം എന്തായാലും. അതാവുമ്പോ പുറത്ത് വെയിൽ കൊള്ളണ്ട, വണ്ടിയിൽ കയറണ്ട, നേരെ അതിന്റെ അകത്ത് തന്നെ അങ്ങനെ പോയിട്ട് ഇറങ്ങാലോ എന്ന് വിചാരിച്ചു. ഇപ്പൊ ഇതിലേ കാണും ഇവിടെ സ്പായും അങ്ങനെയുള്ള സംഭവങ്ങളിലും ഉണ്ടേ. ആ ഭാഗത്തൊന്നും നമ്മൾ നോക്കിയിട്ടില്ല കേട്ടാ. നേരെ ഈ പുറത്തേക്കുള്ള വഴി കാണുന്നത് ഇതാ. ഇപ്പൊ അവള് കേറി കടന്നത് ഫുജറ മാളിലേക്ക് എത്തി. അത്ര മാത്രമേ ഇല്ലൂ. മീൻസ് ഒരു അത്രയും നമുക്ക് എന്തെന്ന് പറയില്ല, ഈസി ആക്സസിബിൾ ആണ് ഫുജറ മാളിലേക്ക് കേട്ടാ. കുറേ സമയം ബാക്ക് ക്യാമറ ഓൺ ആക്കി ലാസ്റ്റ് പിന്നെ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കി നമ്മളെ സ്വന്തം വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് വീഡിയോ എല്ലാം എടുത്തത്. വലിയ ഷോല കളിക്കുന്നുണ്ട് കേട്ടോ ചേട്ടാ. കയ്യോട് ഹൈയെല്ലാം കളിക്കുന്നുണ്ട്. ആശോ ആറ്റിറ്റ്യൂഡ്. വേറെ പിന്നെ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ. മെല്ലെ നമുക്കെന്നാ തിരിച്ച് പോവാന്ന് വിചാരിച്ചിട്ട് എങ്ങനെ നിക്കുന്നുണ്ടായിനി. പിന്നെ ഒന്ന് മുകളിലോട്ട് കയറി ഒന്ന് താഴോട്ട് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ നെസ്റ്റോനെ കണ്ടത്. നെസ്റ്റോ ഇത്ര നേരം വന്നിട്ട് നെസ്റ്റോയിൽ കയറാണ്ട് ഇറങ്ങുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞിട്ട്. അതല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എല്ലാം എടുത്ത് ലാസ്റ്റ് എന്തെങ്കിലും ഒന്ന് മറക്കും അറിയില്ല. നമ്മൾ ബ്രഷ് എടുത്തിട്ടുണ്ടായില്ല. അന്നേരം കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നത് നോക്കാലോ വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിട്ട് ഷേവിംഗ് സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു ഉണ്ടായത്. പിന്നെ അവരെ ജസ്റ്റ് ഇൻഫോം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, എന്നാ പിന്നെ നമുക്കത് വാങ്ങിച്ചിട്ട് വരാലോ വിചാരിച്ചിട്ട്. അല്ല, നെസ്റ്റോയിൽ കയറിയ സ്ഥിതിക്ക് അത് മേടിക്കാലോ എന്ന് വിചാരിച്ച് നേരെ കയറി. ഞാനൊരു ചെറിയൊരു പീസ് ഹണി കേക്ക് എടുത്തു. അനു ആദ്യം കുറച്ച് അവരെന്തോ ഒരു കേക്ക് എടുത്തു. പിന്നെ നേരെ ഒരു ബ്രഷും എടുത്ത് ഇതാ ഈ ടൈപ്പ് ക്ലോസപ്പിന്റെ കുറച്ച് പേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. മുമ്പേ ഇറങ്ങിയിട്ടുണ്ടോ അറിയില്ല. ഇപ്പൊ ഈ ഇടക്ക് ഒരു 2 ആഴ്ച മുമ്പ് ചേട്ടന് ഈ ഒരു ഇതന്നെ ബെറീന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്, മീൻസ് നല്ല ഫ്ലേവർ ആണ്. പക്ഷെ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിള്ളേർ ചിലപ്പോൾ ചെറിയ കുട്ടികളുടെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിച്ചാലും മതി. പിന്നെ അതിന്റെ തന്നെ വേറൊരു ഫ്ലേവർ ആണ് അനുവാദം എടുത്തത്. കാരണം അവർക്ക് ടെസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. ഏതോ കൊക്കോ ചാർക്കോൾ കൊക്കോന്നാ അങ്ങനെ എന്തോ കോക്കനറ്റിന്റെ എല്ലാം പിക്ചർ വരുന്നത്. അങ്ങനെ പിന്നെ ചേട്ടൻ ആ സാധനം എടുത്ത് പോയി ഹോട്ടലിൽ റൂമിൽ വെക്കാം, നിങ്ങൾ ഇവിടെ ലോഞ്ചിൽ ഇരിക്കുക പറഞ്ഞാൽ നമ്മൾ താഴെ ഇരിക്കുന്ന ആളില്ല കേട്ടാ. അന്നേരം ഫുഡ് കഴിക്കാൻ പോണല്ലോ. ഫുഡ് കഴിച്ച് പുതിയൊരു റെസ്റ്റോറന്റ് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇരിക്കുക ചേട്ടനെ വെയിറ്റ് ചെയ്തിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു കേട്ടാ. ബാക്കിയുള്ള വിശേഷങ്ങളിലായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. എന്നാ പിന്നെ ആയിക്കോട്ടെ കേട്ടാ. ബൈ.